സാറേ ഈ ഭൂമിയുടെ ആധാരേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരിലേക്ക് ആക്കി മാറ്റാൻ പറ്റൂല്ലേ? ഇവിടെ പറ്റുമായിരിക്കും. ആക്കാല്ലേ? ആക്കല്ലേ? ആക്കാല്ലേ? അതിന് എവിടെ പോണം? അത് എന്നോട് ചോദിക്കണ. താനല്ലേ പറഞ്ഞു ഇവിടെ വന്നാൽ ശരിയാക്കാൻ കിട്ടുമെന്ന്. അല്ല സാറേ, ആരെ കാണണം? എന്നോടാണോ ചോദിക്കണ? മനുഷ്യനെ മെനക്കെടുത്താൻ. അവർക്കായോ ചോദിച്ചത്? ക്ഷമിക്കണം സാർ. ക്ഷമിച്ചിരിക്കണം. ഒരു സാറോടൊക്കെ ക്ഷമിക്കണം, തന്നോടും ക്ഷമിച്ചിരിക്കണം. എന്റെ അച്ഛൻ മരിച്ചുപോയി. അതിനാണോ ക്ഷമിക്കേണ്ടത്? അതിനല്ല, നിങ്ങളോട് ഏത് കാര്യത്തിനാ ക്ഷമിക്കേണ്ടതെന്ന് അറിയാതെ ഞാൻ എങ്ങനെ ക്ഷമിക്കുക? കാര്യം പറയൂ, ഞാൻ ക്ഷമിക്കാം. അതായത് ഈ എന്റെ പേരിലുള്ള കുറച്ച് വസ്തു എന്റെ പേരിലേക്കാക്കി മാറ്റാനായിട്ടാണേ. അത് ഞാൻ ആരെ കാണണ്ടേ? നിറകൂടം അടുത്ത് നിൽക്കുമ്പോഴാണോ വെള്ളം അന്വേഷിച്ച് നടക്കുന്നത്? ഫോളോ മീ. ചേട്ടന്റെ പേര് നിറകൂടമെന്നാണോ? അതല്ല, നിങ്ങളുടെ ഭൂമി നമ്മുടെ പേരിലേക്ക് ആക്കണ്ടേ? നമ്മുടെ അല്ല, എന്റെ. അത് തന്നെ, എന്റെ പേരിലേക്കല്ല, നിങ്ങളുടെ പേരിലാക്കണല്ലോ. വരൂ. സാറേ, സാറേ, സത്യശീലൻ സാറേ, ഞാൻ ഒന്നും മയങ്ങി. അച്ഛൻ മരിച്ചു. എന്ന് മുതൽ? ഇയാളുടെ അച്ഛൻ മരിച്ചു. ഓഹോ, ഇയാളുടെ അച്ഛൻ മരിച്ചതിന് ഞാൻ എന്ത് വേണം? അതല്ല, ഇയാളുടെ അച്ഛന്റെ പേരിലുള്ള സ്ഥലം ഇയാളുടെ പേരിലേക്ക് ഒന്ന് ആക്കണം. ആരാണ് ഇയാൾ? ആരാണോ താൻ? ഞാനാണ്. ഞാൻ സ്വയംവരൻ. സ്വയംവരൻ. സ്വയംവരം ഇരിക്കൂ. ഇരിക്കൂ. എന്താ പറയൂ. സാറേ, എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് എന്റെ പേരിലോട്ടൊന്ന് മാറ്റി തരണം. തന്റെ പേരിലുള്ള സ്ഥലം തന്റെ പേരിലേക്ക് ആക്കി തരാനോ? സ്ഥലം എന്റെ പേരിലല്ല. പിന്നെ വല്ലവരുടെയും പേരിലുള്ള സ്ഥലം തന്റെ പേരിലേക്ക് ആക്കാനോ? അയ്യോ, വല്ലവരുടെയും പേരിലല്ല, സ്ഥലം എന്റെ അച്ഛന്റെ പേരിലാണ്, അത് എന്റെ പേരിലോട്ടൊന്ന് മാറ്റി തരണം. ഫാദറിന്റെ പേരിലാണ്. എന്താ ഫാദറിന്റെ പേര്? പുത്രൻ. പുത്രൻ. അച്ഛന്റെ പേര് പുത്രൻ. KP പുത്രൻ. KP പുത്രൻ. അപ്പൊ തന്റെ പേര്? സ്വയംവരൻ. പറഞ്ഞല്ലോ. അതെ. ഓ, സ്വയംവരന്റെ അച്ഛൻ പുത്രൻ, പുത്രന്റെ മകൻ സ്വയം. ഇതാകെ കൺഫ്യൂഷൻ ആണല്ലോ ലോല. അച്ഛന്റെ പേരിൽ എനിക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അച്ഛൻ ആരാണെന്ന കാര്യത്തിലാണോ? അതല്ല, അച്ഛൻ മരിച്ചു, അച്ഛന്റെ പേരിലുള്ള സ്ഥലം എന്റെ പേരിലേക്ക് ആക്കണം. അച്ഛൻ പ്രമാണം ഒന്നും എഴുതിച്ചിട്ടില്ല. ഓ, ഇതാകെ പ്രശ്നത്തിലാണല്ലോ. എന്ത് പ്രശ്നം? അമ്മയുടെ സ്ഥിതി? അമ്മ പോയി. എവിടെ പോയി? അമ്മ മരിച്ചുപോയി. അയ്യോ, എന്നാ പിന്നെ നേരെ ചൊവ്വേ പറഞ്ഞൂടെ? എന്നാ പിന്നെ നേരെ ചോദിച്ചൂടെ? നേരെ ചൊവ്വേ ചോദിക്കാൻ ഞാൻ ആര്? ജോണി ലൂക്കോസോ? ഏത് വലിയ ആളാ നിൽക്കണ്ട. അപ്പൊ പറയൂ, സഹോദരൻ സഹോദരി? ഇല്ല. അപ്പൊ ചേട്ടന്റെ ഭാര്യ? സഹോദരനില്ലല്ലോ, പിന്നെ എങ്ങനെ ചേട്ടന്റെ ഭാര്യ ഉണ്ടാവും? നിങ്ങൾ ശരിയായിട്ട് ചോദിക്കൂ. എന്നാ ഞാൻ ശരിയായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാൻ? താൻ എന്തെങ്കിലും ചോദിക്കും. സാറ് ഇരിക്കുമ്പോ ഞാൻ എന്ത് ചോദിക്കാനാ? അല്ലെങ്കിൽ തന്നെ നിങ്ങളെ പോലെ ഒന്നും എനിക്ക് ചോദിക്കാൻ അറിയില്ലല്ലോ. സാറ് മിടുക്കനല്ലേ. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം. തന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യ എവിടെ? എവിടെ? അതാ ചോദിക്കുന്നത്, എവിടെയെന്ന്. നിങ്ങൾ ആരുടെ അച്ഛന്റെ കാര്യം പറയണത്? ഇയാളുടെ അച്ഛന്റെ കാര്യമാണോ അതോ സാറിന്റെ അച്ഛന്റെ കാര്യമാണോ? ഇയാളുടെ. എന്റെയോ? എന്റെ അച്ഛൻ കല്യാണം തന്നെ കഴിച്ചിട്ടില്ല. ഇയാളുടെ അച്ഛന്റെ? എന്റെ അച്ഛന് രണ്ടാമത് ഭാര്യ ഇല്ല. ആദ്യത്തെ കല്യാണം തന്നെ അബദ്ധമായി പോയി അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. കോൺഫിഡന്റ്. അപ്പൊ ശരി, പേരും അഡ്രസ്സും ഒക്കെ പറയൂ. സ്വയംവരൻ, കാഞ്ചീപുരം, കളമശ്ശേരി, എറണാകുളം. കളമശ്ശേരിയിൽ എവിടെയാ? അത് എറണാകുളത്തിനും ആലുവയ്ക്കും ഇടയ്ക്ക് കളമശ്ശേരി. അതെനിക്കറിയാം. കളമശ്ശേരിയിൽ എവിടെയാന്ന്? കളമശ്ശേരി തന്നെ. അപ്പോ പേപ്പേഴ്സും ഫയലും ഒക്കെ ഞാൻ ശരിയാക്കുന്നു, തഹസിൽദാർ ഒപ്പിടുന്നു, സ്ഥലം നിങ്ങളുടെ പേരിലാവുന്നു. എല്ലാ പേപ്പേഴ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ അല്ലേ? എല്ലാം ഓക്കെയാണ്. 15,000 രൂപ വരും. 15,000 രൂപയോ? ഇതിനൊക്കെ ചെലവുകളില്ലേ? എന്നാൽ 10,000 കുറച്ച് കൂടുതലല്ലേ? ഒരു കൂടുതലും ഇല്ല. രജിസ്ട്രേഷൻ ഫീസ്, ഫയല്, സീല്, ഇതൊക്കെ കൂടി നിന്റെ കൂടെ നടക്കണ്ടേ? എന്നാലും എന്തെങ്കിലും ഒന്ന് കുറച്ചുകൂടെ? എത്ര കുറക്കേണ്ടി വരും? ഒരു 14,000 രൂപ തരാം. ശരി, ഡൺ. 13,000. 12,000 രൂപയ്ക്ക് സമ്മതിക്കണം. എന്ത്? സാറ് 11,000 രൂപയ്ക്ക് സമ്മതിച്ചല്ലോ, അത് മതി. നിർത്ത്. 10,000 രൂപയെന്ന് 1 രൂപ കുറയില്ല. എന്നാ പിന്നെ ശരി. അപ്പൊ അഡ്വാൻസ് ഒരു 3,000 രൂപ തന്നേക്ക്. അയ്യോ, ഇപ്പൊ എന്റെ 3,000 രൂപ ഇല്ല. പിന്നെ എത്രയുണ്ട്? നുള്ളിപ്പറിക്ക് 1,000 രൂപ കാണും. എന്നാ അത് തന്നേക്ക്. കുറക്കൊന്നും കൂടൊന്നുമില്ല. അപ്പോ
പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി വെക്കാം. ബാക്കി 2000 രൂപ കൂടെ തരുമ്പോ പേപ്പർ കൊണ്ടുപോവാ. അപ്പൊ എല്ലാം ശരിയാവൂല്ലേ? ഓ പിന്നെന്താ. പൊന്നു സാറേ, എല്ലാം സാറേ കേട്ടില്ലേ? എന്ത് ഈ നെഞ്ചിരിക്കുന്നതേ കുറെ നാളായിട്ട് മാറ്റാനായിട്ട് പോയിക്കട്ടെ. എന്നല്ലേ വേണ്ടേ? ബാക്കി 2000 രൂപ. ആ അപ്പൊ നിങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ ശരിയായിട്ടുണ്ട്, പോയി വാങ്ങിച്ചോളൂ. എവിടെ? വത്സല മേഡത്തിന്റെ അടുത്ത്. ഏത് വത്സല മേഡം? ടൈപ്പിസ്റ്റ് വത്സല. അങ്ങോട്ട് നടന്നോളൂ, ഞാൻ വരാം. അതിപ്പോ അവൾ അങ്ങനെയൊക്കെ പെരുമാറുന്ന ആരറിഞ്ഞു? അവൻ ചതിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. അവന്റെ സ്ഥാനത്ത് അമ്മായി ആയിരുന്നെങ്കിലോ? അതാ ഞാൻ പറഞ്ഞേ, ഞാൻ അവനെ കുറ്റം പറയില്ല. ആ ശരി, ഓ ശരി ശരി. എന്താ പ്രശ്നം? സീരിയലിന്റെ കഥ പറയാ. അമ്മയുടെ വേലക്കാരനാണ്. വേലക്കാരനാ? ഹലോ, എന്തായി? പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ? തുണി അലക്കിയില്ലേ? ഇല്ലേ? ഞാൻ ഇന്ന് അങ്ങോട്ട് വരട്ടെ. പിന്നെ ഫ്രിഡ്ജിൽ പാലിരിക്കുന്നുണ്ട്, അതെടുത്ത് തിളപ്പിക്കണം. മോള് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുടിപ്പിക്കണം. കുടിപ്പിച്ച ഉടനെ അവളെ കുളിപ്പിക്കണം. പിന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ കളിക്കാനൊന്നും വിടണ്ടേ? ആ ശരി, ഞാൻ 7:30 മനസ്സുവീണ ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്തും. ശരി ശരി, ഫോൺ വെച്ചിട്ട് പോയി പണിയെടുത്ത് പഠിക്ക്. മത്സരത്തിന് പോകാനുള്ളതാണേ. ശ്രദ്ധിച്ച് ചെയ്യണം. അതിലൊരു കല്ല് പോലും ബാക്കി ഉണ്ടാവരുത്. ഇവിടെ കല്ലുണ്ട്. ഇവിടെ ഇരിക്കുക. ആ മേഡം, ഇയാളുടെ പുത്രൻ അച്ഛൻ. എന്താ? അല്ല, ഇയാളുടെ അച്ഛൻ പുത്രൻ. എങ്ങനെ? ഇയാളുടെ അച്ഛൻ പുത്രന്റെ പേരിലുള്ള സ്ഥലം ഈ പുത്രന്റെ പേരിലേക്ക് ആക്കണം. അപ്പൊ അച്ഛനെവിടെ? അയ്യോ, അച്ഛന്റെ പേര്? KP പുത്രൻ. ഓ അങ്ങനെ. അങ്ങനെയാകുമ്പോ നിങ്ങളുടെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ്, ബാക്കി പേപ്പേഴ്സ് ഒക്കെ എവിടെ? എല്ലാത്തിലുണ്ട്. ഇതില് സ്റ്റാമ്പ് പേപ്പർ ഇല്ലല്ലോ. ആ സ്റ്റാമ്പ് പേപ്പർ അതിൽ വെക്കാൻ വിട്ടു. അതെ, സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കണം. പോസ്റ്റ് ഓഫീസിൽ നിന്നാണോ? സ്റ്റാമ്പ് അല്ല, സ്റ്റാമ്പ് പേപ്പർ. അതൊരാൾ പോയിട്ട് വാങ്ങിക്കണം. അത് ആരും വാങ്ങിക്കണ്ടേ? നിങ്ങൾ വാങ്ങിക്കണം. ഞാൻ തന്നെ പോണോ? വേറെ ആരെങ്കിലും വിട്ടാ പോരെ? അല്ലാതെ പിന്നെ വേറെ ആരോടെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്റ്റാമ്പ് പേപ്പർ ഇല്ലാണ്ട് എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യണത്? ഇപ്പൊ എവിടെ കിട്ടും ഈ സ്റ്റാമ്പ് പേപ്പർ? അതിപ്പോ ഇവിടെ കിട്ടും, അല്ലാതെ എവിടെ കിട്ടാൻ? എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഇവിടെയോ? ഓ, മാഡത്തിന്റെ കയ്യിൽ കാണും. അപ്പൊ മാഡം അതൊന്ന് കൊടുക്കൂ, ഞാൻ പോയിട്ട് വരാം. ശരി. ഇവിടെ സ്റ്റാമ്പ് പേപ്പറും കിട്ടുമോ? 1000 രൂപയുടെ 2 സ്റ്റാമ്പ് പേപ്പർ 3000 രൂപ. 1000 2000 അല്ലേ? 3000 എങ്ങനെയാവുന്നേ? കമ്മീഷൻ വേണ്ട എനിക്ക്? കമ്മീഷൻ എന്നാ പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചോളാം. താൻ എവിടെ പോയി വാങ്ങിച്ചാലും എനിക്ക് കമ്മീഷൻ വേണം. കമ്മീഷൻ. താങ്ക് യു. ഇനി എങ്ങനെയുണ്ട് പേപ്പർ വന്നൂടെ? അത് ടൈപ്പ് ചെയ്യണ്ടേ? ആര് ടൈപ്പ് ചെയ്യും? ആര് ടൈപ്പ് ചെയ്യും? സമയെടുക്കും. ഓ, എപ്പോ കിട്ടും? ഇപ്പൊ കിട്ടും. ഇപ്പഴാ? മേഡം, ഞാൻ പോക്കോട്ടെ. ഇതിലെ പകുതി കല്ല് ഞാൻ തന്നെ വറക്കി തീർത്തിട്ടുണ്ട്. പോയിക്കോളൂ. ബാക്കി പകുതി ഇനി നാളെ വന്നിട്ട് ചെയ്താൽ മതി. അല്ല, അപ്പൊ എന്റെ ആധാരം? അത് ഞാൻ പകുതി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ വന്ന് ബാക്കി കല്ലും കൂടി പറക്കുമ്പോ അത് തരാം. ഓ ശരി എന്നാ. താൻ എവിടെ ഇരിക്കേ? അയ്യോ, എനിക്ക് അരി വെറുക്കാൻ അറിയില്ല. കല്ല് തനിക്ക് ടൈപ്പ് ചെയ്യാൻ അറിയോ? കുറച്ച്. എന്നാ താൻ ടൈപ്പ് ചെയ്യാൻ, ഞാൻ കല്ല് പറക്കിക്കോളാം. അയ്യോ, അത് വേണ്ട, ഞാൻ കല്ല് പറിക്കോളാം. മാഡം ടൈപ്പ് ചെയ്തു. ഹലോ, എന്തത്? ഇപ്പൊ TV കാണാനുള്ള സമയമാണോ? ഞാൻ ടൈം ടേബിൾ തന്നിട്ടില്ലേ, അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. വേണ്ട, ഇപ്പൊ പുറത്തൊന്നും പോണ്ട. ആ പിന്നെ അരി നന്നായി വേവണേ. കല്ല് വെറുക്കുന്നില്ലേ ഉള്ളൂ. റേഷനരി ആണല്ലേ, മൊത്തം കല്ലേ ഉള്ളൂ. പിന്നെ ഒരു വല്ലാത്ത നല്ല നാറ്റം. പിന്നെ മാഡം, എന്റെ പേപ്പർ. എന്റെ അരിയിലെ കല്ല് അതിപ്പോ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇതും കുറച്ചുകൂടെ ബാക്കിയുള്ളൂ. ഇതേ കഴിയാറായി. ഇതും കഴിയാറായി. കഴിഞ്ഞു. ഇതും കഴിഞ്ഞു. അത് ശരി, ഇതിപ്പോ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കാനല്ലേ? ഇതിപ്പോ ആധാരം രജിസ്റ്റർ ചെയ്യല്ലേ വേണ്ടു. അപ്പൊ പേരും അഡ്രസ്സും ചേർത്താൽ മതിയല്ലോ. ഇത് ഓൾറെഡി ടൈപ്ഡ് ആണ്. ഇതാ കൊണ്ടേക്കോളൂ. മടുത്തു ഈ ജോലി ഭാരം. ഞാൻ ആർക്ക് വേണ്ടിയാണാവോ ഇങ്ങനെ കഷ്ടപ്പെടണേ? താൻ ചെന്ന് തഹസിൽദാറിനെ കണ്ടോ? അത് സുന്ദരൻ സാറിനെ കണ്ടിട്ട്.
രാമൻ സാറിന് കണ്ടിട്ട്? എപ്പ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. എപ്പ ഫോട്ടോ അല്ല ഈ അടി ഇതങ്ങോട്ട് തന്നോളൂ. നാളെ തേങ്ങ ഉണ്ടാവോ തരുവാൻ? ഫയൽ കംപ്ലീറ്റ് അല്ലല്ലോ. സാറേ എല്ലാം ഉണ്ട്. ഉണ്ടോ? ആ, റേഷൻ കാർഡ് ഉണ്ടോ? വേണോ? വേണ്ട. പാസ്പോർട്ട് ഉണ്ടോ? വേണോ? വേണോ? വേണ്ട സാറേ. താൻ ഇന്ത്യൻ പൗരനാന്നുള്ളതിന് രേഖ വേണം. ഉണ്ടോ? തിരിച്ചറിയൽ കാർഡുണ്ട്. നോക്കട്ടെ. ഇതിലൊന്നും തിരിച്ചറിയണില്ലല്ലോ. ഇതാരുടെ ഫോട്ടോ? എന്റെ ഇതിലെ ഫോട്ടോയും ഈ മുഖവും തമ്മിൽ ഒരു സാമ്യവുമില്ല. ഈ ഫോട്ടോയ്ക്ക് ഒരു മങ്ങലുണ്ടേ. കമ്പ്യൂട്ടർ പ്രിന്റ് തന്നെ ലാസ്റ്റ് സമയത്ത് എന്റെ പല്ല് കുറച്ച് പൊങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പൊ പ്രശ്നമില്ല. ഇല്ല. ശശി, ആ സത്യശീലനെ വിളിക്കുക. ഇത് നിങ്ങളുടെ ഫോട്ടോ തന്നെയാണെന്നുള്ളതിന് തെളിവ് വേണം, രേഖ വേണം. എന്റെ പൊന്നു സാറേ, ഞാൻ ഇന്ത്യൻ പൗരനാ. സത്യശീലൻ വന്നോ? സാർ എന്താണ്? എന്റെ സത്യശീല, ഇയാളെ കണ്ടാൽ അറിഞ്ഞുകൂടെ ഇയാൾ ഇന്ത്യൻ പൗരനല്ലാന്ന്. ഒന്ന് വിളിച്ചുകൊണ്ട് പോടോ. ക്ഷമിക്കണം സാറേ, ഒരു 2000 രൂപ കൊടുക്കൂ. എന്തിനാ കാര്യം നടക്കണ്ടേ? ആ 2000 രൂപയുണ്ട്. അപ്പോ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നോളൂ, തഹസീൽദാറിനെ കാണാം. ശരി. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ പണി. അപ്പൊ 2000 രൂപ ഉണ്ട്, ഇന്ത്യൻ പൗരനാവല്ലേ സാറേ? ഓ, തിരിച്ചറിയൽ കാർഡ് സന്തോഷം. എന്റെ അമ്മ, ഞാൻ തന്നെയാണോ? ഈ ഫയലിൽ ഒപ്പിടാൻ പറ്റൂല. അതെന്താ സാറേ, പേനയില്ലേ? പേനല്ലേറ്റല്ല, പേപ്പേഴ്സ് പൂർണ്ണല്ല. സാറേ, ഇതിനകത്ത് എല്ലാ പേപ്പറും ഉണ്ട്. ഇല്ലല്ലോ. സാറേ, ഞാനല്ലേ എല്ലാ പേപ്പറും ഇതിനകത്ത് വെച്ചത്. ഫാദറിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതിന്റെ അകത്ത് ഇല്ല. സാർ ഈ ഫയൽ നോക്കാതെ എങ്ങനെ മനസ്സിലായി അതിനകത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന്? എടോ, ഞാൻ കുറെ കാലമായി ഈ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഫയലിൽ എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലാവും. അന്റെ അച്ഛൻ മരിച്ചു പോയെന്ന് എന്താണ്ടോ തെളിവ്? എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. അത് പോരല്ല, ഗവൺമെന്റിന് തെളിവ് വേണ്ടേ? സാർ, എന്ത് തെളിവാണ് വേണ്ടത്? ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതല്ലെങ്കിൽ ശ്മശാനമല്ല, ശ്മശാനം. ഉസ്മാന്റെ സ്മാ. അവിടുത്തെ രസീത് വേണം. സാറേ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഈ ശ്മശാനം ശ്മശാനോ ഉസ്മാന്റെ സ്മാ. അന്ന് ഉസ്മാന്റെ സ്മാ ഇല്ല ഞങ്ങളുടെ ഗ്രാമത്തില്. അവിടെ നദിക്കരയിലാണ് എന്റെ അച്ഛന്റെ ബോഡി അടക്കിയത്. അപ്പൊ ഈ ശവദാഹം കണ്ട ആരെങ്കിലും ഉണ്ടാവുമോ? ഞാൻ കണ്ടു സാർ. പോരാ, ഇജ്ജ് കണ്ടാ പോരാ, വേറെ ആരും കണ്ടിണ്ടാ? എന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരനുണ്ട്, സ്കൂൾ മാസ്റ്റർ. മൂപ്പര് കണ്ടു സാർ. സ്കൂൾ മാസ്റ്റർ ഗസറ്റഡ് ആണോ? മൂപ്പരെ ടൈപ്പ് പോയില്ലേ? പുള്ളി പോയില്ല, പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതല്ലടോ, കാര്യം പോയി. ഇതാ ഞാൻ പറഞ്ഞത്, പേപ്പർ പൂർണ്ണമല്ല. ഈ സ്ഥലം മറ്റൊരു ആളുടെ പേരിലേക്ക് മാറ്റാൻ പറ്റൂല. അതെന്താ കാരണം? എടോ, കാരണം ചോദിച്ചാൽ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അയ്യോ, എന്റെ അച്ഛൻ മരിച്ചുപോയി. അതിന് തെളിവില്ലല്ലോ. സാർ, എന്റെ കൈകളിൽ കിടന്നാണ് എന്റെ അച്ഛൻ മരിച്ചത്. എടോ, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തോടത്തോളം കാലം എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. സാറേ, എന്റെ അച്ഛൻ മരിച്ചു. എടോ, എന്റെ അച്ഛനാണോ എന്റെ ബാപ്പയാണോ മയ്യത്തായത്? അതെന്റെ അച്ഛൻ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോയിട്ട് ബാക്കിയുള്ള പേപ്പറൊക്കെ ശേഖരിച്ചിട്ട് പോര്. സാറേ, ആ, ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേറൊരു രക്ഷയില്ലേ? ഒരു രക്ഷയില്ല. സാറേ, ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ആരുടെ? എന്റെ അച്ഛന്റെ. തന്റെ അച്ഛനല്ലേ മരിച്ചു പറഞ്ഞത്? സാറേ, എന്റെ അച്ഛൻ മരിച്ചു, അത് സത്യമാണ്. പക്ഷെ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ആ, ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അയ്യോ, അതെന്ത് ചെയ്യും? അതിന് ലോലിത, അതെ, കോർപ്പറേഷനിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. കുറച്ച് കാശ് ചെലവാക്കിയ കാര്യം നടക്കും. ഓ, കാശെന്ന് പറഞ്ഞാൽ എത്ര കാശ്? ഒരു 4000 ഉറുപ്പ്യ. 4000 ഇന്ത്യൻ റുപ്യോ? അതെന്താടോ, താൻ ഇന്ത്യക്കാരനല്ലേ, അപ്പൊ ഇന്ത്യൻ കറൻസി ചെലവാക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പാകിസ്ഥാനിൽ ജനിച്ചെങ്കിലെന്ന്, അല്ലെങ്കിൽ താലിബാൻ? ഞങ്ങളെ പോലുള്ളവര് ചോര നീരാക്കി നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കെല്ലാം സാധിച്ചു കിട്ടുന്നു. അഫ്ഗാനിലെ സ്ഥിതി ഇതാണോ? അമേരിക്കയിലും മറിച്ചല്ല സംഭവിക്കുന്നത്. നിങ്ങളൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് വെറും 4000 രൂപയ്ക്ക് ഏത് സർട്ടിഫിക്കറ്റ് സാധ്യമാക്കാം. ജപ്പാനിലോ ചൈനയിലോ ആയിരുന്നെങ്കിലോ അഴിമതി നടപ്പാക്കാൻ ഇനിയും അവിടുത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ 4000 രൂപയെ പുച്ഛിച്ചു. രൂപ ഇന്ത്യൻ കറൻസിയാണ്. ഇന്ത്യയാണ് നിങ്ങൾ പുച്ഛിച്ചത്. എന്ത് അവകാശമുണ്ട് ജന്മനാടിനെ പുച്ഛിക്കുന്ന ഒരാൾക്ക് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ? 4000 തരാം. 2 ദിവസം കൊണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരാം കേട്ടോ. എന്തൊരു കഷ്ടപ്പാടാ 10 പൈസ ഉണ്ടാക്കാൻ. വെരി ഗുഡ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയാക്കി അല്ലേ? ഒരു വിധത്തില്. എന്ത് ചെലവായി? 4000. പോയില്ലേ?
എടോ എന്നോട് പറഞ്ഞ 2000 ഉറുപ്പ്യക്ക് ഞാൻ അത് ശരിയാക്കി തരൂലേനിയോ? സാറൊന്ന് നേരത്തെ പറയണ്ടേ? ഇതൊക്കെ പറയണോ? കാര്യങ്ങള് കണ്ട് മനസ്സിലാക്കണ്ടേ? ഈ ഗവൺമെന്റ് ഓഫീസിൽ ഇതിനു മുമ്പ് കയറി ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലേ? അതിന്റെ കുറവ് കാണാണ്ട് എടോ മരിച്ചോരെ വരെ ജീവിപ്പിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഈ മൊയ്തു. ഏതായാലും ഇത് കഴിഞ്ഞു പോയില്ലേ? ഇനി 2 മാസം കഴിഞ്ഞിട്ട് നോക്കാൻ വെക്ക്. എന്ത് 2 മാസം താമസം, അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി കാണിക്കടോ. 2 മാസം 2. അപ്പൊ ഞാൻ എത്ര തരണ്ടേ? 2000. 2000. ആ ഞാനിത് കുറച്ച് കടുത്തു പോയി സാറേ. എടോ ഞാൻ ചോദിക്കട്ടെ, അന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അന്നെ പഠിപ്പിച്ച് വളർത്തിയത്? അന്നെ ഒരു നിലയിലാക്കി. മൂപ്പര് മയ്യത്തായി. ഇന്നിപ്പോ മൂപ്പര് ലോകത്തില്ല. എടോ അന്റെ അച്ഛൻ എന്ന് പറഞ്ഞ എന്റെ വാപ്പ പോലെയാണോടോ എനിക്ക്? ആ അച്ഛന് വേണ്ടി ഒരു 2000 ഉറുപ്പ്യ ചെലവാക്കാൻ പറ്റൂലെങ്കിൽ ആ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനെല്ലാം ചെയ്യാം സാർ. ഇത്ര കേട്ടാ മതി. അപ്പൊ ഇനി ഫയൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സാറിന്റെ അടുത്ത് കൊടുക്കുക. എന്നിട്ട് മൊയ്തു സാർ തന്നാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സാറിന്റെ വാപ്പയാണ് സാർ. ആയിക്കോട്ടെ. ഇത് പറ്റില്ല. എന്തൊരു ഇത് പഴയ സ്റ്റാമ്പ് പേപ്പറാ, ഡേറ്റും കറക്റ്റ് അല്ല. ഇതിൽ സീൽ വെക്കാൻ പറ്റില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി ടൈപ്പ് ചെയ്യണം. അല്ല വേറെ എന്തെങ്കിലും മാർഗം? 1000 ഉറുപ്പ്യ ഉണ്ടോ? ഞാൻ വേറെ ടൈപ്പ് ചെയ്യിച്ചോളാം. ഞാനൊന്ന് ദേഷ്യപ്പെട്ടു എന്നോർത്ത് ഇത്ര സെൻറ്റി ആവണം എന്തിനാ? എല്ലാം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ. വീട്ടുജോലിയൊക്കെ എടുത്ത് പഠിച്ചാലല്ലേ വെറുതെ അല്ല ഭാര്യയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. 60 ലക്ഷത്തിന്റെ ഫ്ലാറ്റായിപ്പോ അടുത്ത തവണ അതിലും കൂടാനാ സാധ്യത. ഇപ്പോഴേ നല്ല പ്രാക്ടീസ് വേണ്ടേ? അതുകൊണ്ടല്ലടാ ചക്കരെ. പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് നിലൊക്കെ ഒന്ന് തടിച്ച് വൃത്തിയാക്കി ഇടണേ. എൻ്റെ കുറച്ച് ഡ്രസ്സും കിടക്കണ്ട ആ മൂലയില്, അലക്കാനാ. ഇന്ന് ഞാൻ നേരത്തെ വരും, പരിണയം സീരിയൽ തുടങ്ങണതിന് മുമ്പ്. ശരിടാ, മിസ് യു. ഒരു ഉമ്മയും കൂടെ കൊടുക്കായിരുന്നു. നാട എന്റെ പേപ്പർ. താൻ പെറുക്കിയ കല്ലിന്റെ എണ്ണം വെച്ച് നോക്കുവാണെങ്കിൽ ടൈപ്പ് ചെയ്ത് തരാനൊന്നും പാടില്ല. എന്നാലും കൊണ്ടുപോയിക്കോളൂ. ശരി മാഡം. ഇതും കംപ്ലീറ്റ് അല്ല. കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആണ്. ഭൂമി ഇപ്പോൾ നിങ്ങളുടെ പേരിലായി കഴിഞ്ഞു. ഇനി ആർക്കും മാറ്റാൻ പറ്റല്ലോ. എടോ, സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താനല്ലേ ഭൂമിയുടെ ഉടമ, മുതലാളി. എന്തു പറ്റി? സന്തോഷം കൊണ്ടാ. എന്റെ അമ്മായി മരിച്ചവര് ജീവിച്ചിരിക്കണമെന്നൊക്കെ പറയേണ്ട അന്ധവിശ്വാസ. കൃഷ്ണവേണി ഇപ്പൊ അങ്ങനെയൊക്കെ വിശ്വസിക്കണ്ടെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സിൽ നോക്കിക്കോളും, എല്ലാം കലങ്ങി തെളിയും. മാഡം മാഡം അതെ, ഇവിടെ മരിച്ചു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ ഒരു പുത്രൻ? അയാൾക്ക് ജീവനുണ്ട്, വരുന്നുണ്ട്. മരിച്ചവരൊക്കെ ജീവിച്ചിരിക്കാന്ന് പറയേണ്ട അന്ധവിശ്വാസ. നമസ്കാരം. നമസ്കാരം. എന്താ ഇരിക്കെ? എന്റെ പേരിലുള്ള വസ്തു ഇപ്പൊ എന്റെ മകന്റെ പേരില. എന്താ നിങ്ങളുടെ മകന്റെ പേര്? സ്വയംവരൻ. ഓ, അപ്പൊ നിങ്ങളാണ് മരിച്ച സ്വയംവരന്റെ? അല്ല, സ്വയംവരം മരിച്ചിട്ടില്ല. സ്വയംവരം മരിച്ചില്ല, പക്ഷെ അവന്റെ അച്ഛൻ നിങ്ങള് മരിച്ചില്ലേ? ഞാനും മരിച്ചിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ഫയലിലൊക്കെ നിങ്ങൾ മയ്യത്തായി കിടക്കുകയാണ്. എന്റെ പൊന്നു മനുഷ്യ, ജീവിച്ചിരിക്കുന്ന നിങ്ങളെ എത്രയോ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കൊന്നത്. പിന്നല്ലാണ്ട് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി എത്രയോ ആളുകൾ അഹോരാത്രം കഷ്ടപ്പെട്ടു. എന്നിട്ടിപ്പോ അവസാനം ജീവനും കൊണ്ട് വന്നിരിക്കുക. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു കുറ്റമാണോ? കുറ്റാണ്. രേഖയിൽ മരിച്ചു നിങ്ങൾ ജീവിച്ചിരിക്കാൻ കുറ്റം തന്നെയാ. 2 മാസം തടവ്, പിന്നെ ലോകാവസാനം വരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടിന് വേണ്ടി വരും. വേണ്ടേ? പിന്നെ മിസ്റ്റർ, നിങ്ങൾ 14/8/2011 നിര്യാതനായി. ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാന് 14/8/2011 നിര്യാതനായ ആളാണെന്ന്. എന്തായി? അവസാനമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാരും കൂടി എന്നെ മരിപ്പിച്ചതുപോലെ ഒന്ന് ജീവിപ്പിക്കാൻ പറ്റുമോ? പറ്റും. ഇന്ത്യൻ പൗരനാണെന്നുള്ള പേപ്പർ മാത്രം മതി. ഇക്കാണ കളിയെല്ലാം ഒക്കാരും മറിമായം, നേരിട്ടും പോരിട്ടും വേറിട്ടും മറിമായം.